മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണനാണെങ്കിൽ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പ്രതാപനെ ചികിത്സിച്ച ആ ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, പ്രതാപൻ പല പ്രാവശ്യം വാമദേവൻ കൊലയാളിയാന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ഡോക്ടർ ഒന്നും ചോദിച്ചില്ലേന്ന് ചോദിക്കുമ്പം ഒരു സമനില തെറ്റിയ ആളുടെ സംസാരമായിട്ടേ ഞാൻ കണ്ടോളൂ, എന്നാലും ഞാൻ അയാളെ അബോധാവസ്ഥയിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അന്നേരം അയാൾ എന്താ പറഞ്ഞതെന്ന് കണ്ണൻ ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ ആ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ തന്നെ കണ്ണനോട് പറയുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ പ്രതാപനോട് നിങ്ങൾ വാമദേവൻ കൊലയാളിയാന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രതാപൻ അയാളോട് പറയുന്നുണ്ട്, നേരാ ഡോക്ടറെ, അവനൊരു കൊലയാളിയാണ്. ഞാൻ ആ വിശ്വനാഥനെ കൊന്നു, കണ്ണൻ്റെ അച്ഛനെ. അത് കൊല്ലാൻ കൊട്ടേഷൻ തന്നത് വാമദേവനാണ്. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നത് നേര് തന്നെയാണോ എന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എന്തിനാണ് ഡോക്ടറെ കള്ളം പറയണേ, ഞാൻ കണ്ണനോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ നിന്നതാ. പക്ഷേ അപ്പോഴേക്കും ആ വാമദേവൻ എന്നെ കൈയും കാലും കൂച്ചി കെട്ടി ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലേ. എന്തായാലും ഞാൻ ആ വാമദേവനെ വെറുതെ വിടാനൊന്നും പോകണില്ല. എനിക്കിപ്പോൾ ആ കുറ്റബോധം കൊണ്ട് ജീവിക്കാനേ പറ്റാത്ത അവസ്ഥയാണ്. അതെല്ലാം നമ്മുടെ കണ്ണനോട് ഈ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞതും കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, അയാളുടെ മോളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അയാൾ ഇത്രയും കാലം ജീവിച്ചത്. എന്തായാലും ഇനി അയാളുടെ മോൾ ഒരുപാട് പ്രാവശ്യം കരയും. ഇപ്പം തന്നെ ഞാൻ അതിനുള്ള തിരിച്ചടി കൊടുക്കുമെന്നും പറഞ്ഞ് കണ്ണൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് നമ്മുടെ മോഹിനിയാണെങ്കിൽ ഈ കണ്ണനെ കാണാത്തതുകൊണ്ട് അനന്തുവിനോട് പറയുന്നുണ്ട്, മോനെ അനന്തു, കണ്ണനൊന്ന് വിളിച്ചു നോക്കിക്കേ. ഞാൻ വാമദേവൻ്റെ കാര്യത്തിലുള്ള എൻ്റെ സംശയം കണ്ണനോട് പറഞ്ഞതും കണ്ണൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയതാ. ഇനി അയാളുടെ വീട്ടിൽ എന്തെങ്കിലും വഴക്കിന് പോയതാണോന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, കണ്ണൻ അങ്ങനെ വഴക്കുണ്ടാക്കാനൊന്നും പോകില്ല. ഇനിയിപ്പോൾ അതിൻ്റെ സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൻ അതിൻ്റെ രീതിക്ക് മുന്നോട്ട് പോകുള്ളൂ. ഇനിയിപ്പം വാമദേവൻ അതിൽ പങ്കുണ്ടെങ്കിൽ വാമദേവനും പ്രതാപനും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോണില്ല. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതിനെനിക്കൊരു വിഷമവും ഇല്ലയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയാണ്. വാമദേവൻ സീമന്തിനിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ മഹാലക്ഷ്മി ആസ്പത്രിയിലാണ്, അവൾ മിക്കവാറും മരിക്കുമായിരിക്കും. അതെന്ത് പറ്റിയതാണ് വാമേട്ടാന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല, കുറേ ദിവസമായിട്ട് അവൾ കരുണയെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുമല്ലായിരുന്നോ. കരുണയ്ക്ക് സഹി കേട്ടപ്പം കരുണ അവളെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴേക്ക് ഇട്ടുന്നു. അത് കേട്ടതും സീമന്തിനി പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തോ, അത് വലിയ കഷ്ടമായി പോയല്ലോ എന്ന് പറയുമ്പോൾ എന്ത് കഷ്ടം, കരുണയെ ആ മാതിരി അവളിട്ട് കഷ്ടപ്പെടുത്തിയിട്ടാണ് കരുണ അങ്ങനെ ചെയ്തത്. എന്നിട്ടിപ്പോൾ മഹാലക്ഷ്മിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഒന്നും പറയാറായിട്ടില്ല, അവൾ ICUല, മിക്കവാറും അവളും കുഞ്ഞും മരിക്കുമെന്നാണ് കേട്ടേന്ന്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, എന്നാലും കരുണയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സ് തോന്നുമെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നുമില്ലെങ്കിലും ആ പ്രതാപൻ്റെ മോളല്ലേ, അവളിങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ സമയത്ത് സീമന്തിനി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും കരുണയെ വീട്ടിലോട്ട് കയറ്റുമെന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാൻ പറ്റില്ല സീമന്തിനി. ഇനിയിപ്പോൾ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കരുണ ജയിലിലേക്ക് പോകുന്ന. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വേഗം തന്നെ അവിടെ ഒരു വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സമയം സീമന്തിനി പറയുന്നുണ്ട്, പുറത്ത് ആരോ വന്നിട്ടുണ്ടല്ലോ വാമേട്ടാന്ന്, നീ നോക്ക് സീമന്തിനി എന്ന് പറഞ്ഞതും സീമന്തിനി ചെന്ന് നോക്കിയിട്ട് വാമദേവൻ്റെ അടുത്തേക്ക് ഭയന്ന് ഓടി വരുന്നുണ്ട്. ആ സമയം വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയിട്ട് സീമന്തിനി, നീ എന്താ ഇങ്ങനെ പേടിച്ചോർണേന്ന് ചോദിക്കുമ്പോൾ വാമേട്ട അവിടെ പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടെന്ന്. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, പോലീസ് ജീപ്പോ, അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേന്ന് ചോദിക്കുമ്പം അല്ല, ഇനി ആ പ്രതാപനെങ്ങാനും നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടായിരിക്കുമോ പോലീസ് വന്നേക്കണേന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, പ്രതാപൻ ഇനി അങ്ങനെ പറയുമൊന്നുമില്ല, ഇപ്പം അവൻ്റെ അസുഖമൊക്കെ മാറിയല്ലോ എന്ന്. അങ്ങനെ ഈ വാമദേവൻ വന്ന് ഡോറ് തുറന്നതും SIയും പോലീസുകാരും വാമദേവൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നേന്ന്. ആ സമയം വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യണേന്ന് ചോദിക്കുമ്പം അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാൻ, തൽക്കാലം നിങ്ങളിപ്പോൾ വണ്ടിയിലിട്ട് കയറുന്നു പറയുന്നു. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, എന്തിനാ സാറേ വാമേട്ടനെ കൊണ്ടുപോകണേ, വാമേട്ടനെ അതിനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം, എന്തായാലും നിങ്ങൾക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ വാമദേവനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ സീമന്തിനി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെപ്രാളപ്പെട്ട് നിന്നിട്ട് വേഗം തന്നെ ഫോണെടുത്ത് ദുർഗയ്ക്ക് വിളിക്കുന്നുണ്ട്. ദുർഗയ്ക്ക് വിളിച്ചതും ദുർഗ ഫോൺ എടുത്തിട്ട് എന്താ എടുത്തിയെന്ന് ചോദിക്കുമ്പം ദുർഗ വാമേട്ടനെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയുന്നു. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ വാമേട്ടനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പം ഇനി ആ മഹാലക്ഷ്മിയെ കരുണ ഉന്തി ഇട്ടതിനെങ്ങാനും ആയിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, കരുണ മഹാലക്ഷ്മീനെ ഉന്തി വിട്ടതിന് വാമേട്ടനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യണേ, എന്തായാലും ഉണ്ണിയോട് സ്റ്റേഷനിൽ വരെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറ, ഞങ്ങൾക്കിപ്പോൾ പോകാൻ വേറെ ആരുമില്ലല്ലോ, മേഘന ആണെങ്കിൽ മേളിലേക്ക് നോക്കി കിടക്കാമല്ലേ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്,
ഉണ്ണിനോട് ഞാൻ ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് പോകാൻ പറയാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണൻ തിരിച്ച് ആസ്പത്രിയിൽ വരാണ്. കണ്ണനെ കണ്ടതും അനന്ത് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതായിരുന്നു കണ്ണ? വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പം കണ്ണനാണെങ്കിൽ ആ ഡോക്ടറെ ചെന്ന് കണ്ട കാര്യം, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനന്തുവിനോട് പറയുന്നുണ്ട്. അത് കേട്ടതും അനന്ത് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പം ഞാൻ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ട് തന്നെയാണ് അനന്തു ഇങ്ങോട്ട് വന്നത്. ഇപ്പം മിക്കവാറും അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന്. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ കരുണയുടെ അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പം അറസ്റ്റ് ചെയ്യും, അമ്മയ്ക്ക് അതിലെന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല മോനെ, എനിക്കൊരു വിഷമവുമില്ല, ഇത്രയും നാളും അയാളുടെ ദുഷ്ടത കണ്ട് തന്നെയല്ലേ ഞാൻ ജീവിച്ചത്. ഇനിയിപ്പം മോളെ ഈ അവസ്ഥയിലാക്കി അയാളോട് ക്ഷമിക്കാനൊന്നും എനിക്ക് പറ്റില്ല, അയാൾക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെ കിട്ടണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെയാണ്. മഞ്ജു ആണെങ്കിൽ ഏടത്തിയുടെ വിവരങ്ങൾ അറിയാൻ ഒരു മാർഗ്ഗമില്ലല്ലോ, ലേഹേച്ചിനെ വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് ഫോണെടുത്ത് ലേഹയ്ക്ക് വിളിക്കുന്നുണ്ട്. ലേഹയ്ക്ക് വിളിച്ചതും ലേഹ ഈ മഞ്ജുവിൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നും പ്രതാപൻ അതിന് കൊട്ടേഷൻ കൊടുത്തത് വാമദേവനോ എന്നുള്ള ആ സത്യം മഞ്ജുവിനോട് പറയുന്നുണ്ട്. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട്, ലേഹേച്ചി എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇത് ഞങ്ങൾ അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു, ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ കരുണയുടെ ജീവിതം തകരുമല്ലോ എന്ന് കരുതി കണ്ണേട്ടനും മഹിയും അത് മറച്ചു വെച്ചതാ. ഇപ്പം എന്തായാലും സത്യങ്ങളെല്ലാം വെളിവായി, ഇനിയിപ്പോൾ കരുണയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നും കണ്ണേട്ടനും മഹിക്കുമില്ലല്ലോ. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, വെറുതെ അല്ല കരുണയ്ക്ക് ഇതുപോലത്തെ സ്വഭാവം കിട്ടിയത്, അവളുടെ അച്ഛൻ്റെ ദുഷ്ടത തന്നെ അവൾക്കും കിട്ടിയേക്കണേ. ഇവിടെ എൻ്റെ അമ്മയും ആങ്ങളെയും അവളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇടത്തിനെ അവൾ തള്ളി വീഴ്ത്തിയത് വലിയ പ്രശ്നമായിട്ടൊന്നും ഇപ്പോഴും അവർക്ക് തോന്നണില്ല. എന്തായാലും അവരുടെ മരുമോളുടെ ഗുണം എന്താണെന്ന് ഞാൻ ഇപ്പം തന്നെ അവരെ അറിയിക്കേണ്ടതെന്നും പറഞ്ഞ് മഞ്ജു ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മഞ്ജുവിൻ്റെ വരവ് കണ്ടതും ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇങ്ങനെ വന്നേന്ന് ചോദിക്കുമ്പം അമ്മ അറിഞ്ഞില്ലേ, അമ്മയുടെ ഭർത്താവിനെ കൊന്നത് ആരാന്ന് അറിഞ്ഞില്ലേ, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചേനെ, ആ അച്ഛനെ ഇല്ലാതാക്കിയത് അമ്മയുടെ നല്ല മരുമോളുടെ അച്ഛനാണ്. അത് കേട്ടതും ഈ ദുർഗ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടി തലക്ക് വെളിവില്ലാതായോ, നീ എന്തൊക്കെയായി പറയണേന്ന് ചോദിക്കുമ്പം ഞാൻ പറയണത് അമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ, എൻ്റെ അച്ഛനുണ്ടല്ലോ, എൻ്റെ അച്ഛൻ അന്ന് ആക്സിഡൻറ്റിൽ മരിച്ചില്ലേ, അത് സാധാരണ ഒരു മരണമായിരുന്നില്ല, അച്ഛനെ കൊന്നതാ. ആര് കൊന്നു എന്നാ നീ പറയണേന്ന് ചോദിക്കുമ്പം വേറെ ആരാ, ആ പ്രതാപനില്ലേ, പ്രതാപനാ കൊന്നേ, പ്രതാപനെയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് ആരാന്ന് അമ്മയ്ക്ക് അറിയണോ, അമ്മയുടെ പുന്നാര ആങ്ങളയില്ലേ എല്ലാത്തിനും അമ്മ സപ്പോർട്ട് ചെയ്യണേ, അയാൾ ആ വാമദേവനാ നമ്മളുടെ അച്ഛനെ കൊല്ലിച്ചേന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, അപ്പോൾ വാമേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പം അതെനിക്കറിയില്ല, എന്തായാലും കണ്ണേട്ടൻ ഇനി അവരെ ആരെയും വെറുതെ വിടുമെന്ന് വിചാരിച്ച് അമ്മ ഇരിക്കേണ്ട, ഇനിയും അമ്മയ്ക്ക് കരുണേനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോയെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എൻ്റെ വിശ്വേട്ടനെ കൊന്നവൻ്റെ മോളാണ് അവൾ, ഇനി ഒരിക്കലും അവളെ ഞാൻ ഈ വീട്ടിലോട്ട് കയറ്റില്ല എന്ന്. ആ സമയം ഉണ്ണി അങ്ങോട്ട് വരുന്നുണ്ട്. ഉണ്ണീനെ കണ്ടതും ദുർഗ പറയുന്നുണ്ട്, മോനെ അറിഞ്ഞോ കാര്യങ്ങൾ, നമ്മളുടെ അച്ഛനെ കൊന്നത് ആ പ്രതാപനാണ്. അത് കേട്ടതും ഉണ്ണി ചോദിക്കുന്നുണ്ട്, അമ്മേനോട് ആരാ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇവളാ ഇപ്പം പറഞ്ഞത്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ ഇനി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇത് സത്യ നമ്മുടെ അച്ഛൻ്റെ കൊലയാളിയുടെ മോളാ കരുണാന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഇത് നീ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ മാത്രം അറിയാതിരുന്നോളൂ എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ചിലപ്പോൾ നേരായിരിക്കും അമ്മേ, അതുകൊണ്ടായിരിക്കും കാരണം കുറച്ച് ദിവസമായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും പറയണതല്ല അനുസരിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല അവളുടെ അച്ഛൻ്റെ സമനില തെറ്റിയതോടുകൂടി അവളുടെ അച്ഛൻ നമ്മുടെ അച്ഛനെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, നമ്മളത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നമ്മളെ അച്ഛനെ കാണാൻ പോണേന്ന് തടഞ്ഞു നിർത്തിയായിരുന്നു എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ആ പ്രതാപനെ അത് ചെയ്തെങ്കിൽ അവൻ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകണില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പ്രാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി ഇങ്ങനെ ഇരുന്ന് മഹാലക്ഷ്മിക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും മോള് ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അവൾ കണ്ണൻ്റെ കൂടെ കൈ പിടിച്ച് നടക്കണ കാണാനൊന്നും എനിക്ക് പറ്റില്ല, അതിലും നല്ലത് ജയിലിലേക്ക് പോകണം തന്നെയാണ്. ഇപ്പം തന്നെ എനിക്ക് ആകെയുള്ള സമാധാനം അയാൾ വീൽ ചെയറിലാണല്ലോ എന്ന് ഓർത്തിട്ടാന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയും കരുണ സത്യങ്ങൾ അറിഞ്ഞാലത്തെ അവസ്ഥ എന്താവും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. അന്നേരമാണ് അങ്ങോട്ടേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നത്. പോലീസ് ജീപ്പ് കണ്ടതും കരുണ വിചാരിക്കുന്നത് മഹാലക്ഷ്മീനെ മുന്തിയിട്ടേന് കരുണയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നേക്കണേ എന്നോർത്ത്. അച്ഛ അതേ പോലീസ് അവരെന്നെ കൊണ്ടുപോകാൻ വന്നേക്കണേ ആയിരിക്കും എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, മോളെന്തായാലും അകത്തേക്ക് പൊക്കോ, മോളെ അവർ കാണണ്ടെന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ റൂമിൻ്റെ അകത്ത് പോയിട്ട് ജനലേക്കടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പോലീസുകാരെല്ലാവരും ഇറയത്തേക്ക് കയറിയിട്ട് പ്രതാപൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് താനല്ലേ പ്രതാപൻ എന്ന് ചോദിക്കുമ്പം അതെ സാറേ, എന്താ സാറേ പ്രശ്നം എന്ന് ചോദിക്കുമ്പം താനൊന്ന് സ്റ്റേഷൻ വരെ വന്നം, എന്തിനാ സാറേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ തന്നോട് സ്റ്റേഷനിൽ എത്തിയിട്ട് പറയാം, എന്തായാലും താനിപ്പോൾ ജീപ്പിലോട്ട് കയറുന്നും പറഞ്ഞ് പ്രതാപൻ
പ്രതാപനെ ജീപ്പിലോട്ട് കയറ്റാൻ പോകുമ്പം പ്രതാപൻ ഇല്ല സാറേ അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ പ്രതാപനെയും വലിച്ച് ജീപ്പിലോട്ട് കയറ്റി പോകുന്നുണ്ട്. അവരങ്ങനെ പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കരുണയോട് വന്നിട്ട് പറയുന്നുണ്ട്, മോള് കാരണമല്ലേ ഇപ്പോൾ മോളുടെ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം ഈ കരുണ പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്തു എന്നാ മുത്തശ്ശി പറയണേന്ന് ചോദിക്കുമ്പം നീ ഇപ്പോൾ മഹാലക്ഷ്മിയെ തള്ളിയിട്ടില്ലേ, അതിന് പകരം വീട്ടാനായിട്ട് കണ്ണൻ ചിലപ്പോൾ കണ്ണൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാന്ന് പോലീസിൽ അറിയിച്ചു കാണും, അതായിരിക്കും ഇപ്പോൾ പോലീസ് വന്ന് പ്രതാപനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എന്നാലും മോളോട് ഞങ്ങൾ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്തതിനൊന്നും പോകണ്ട, ഇപ്പോൾ കുറച്ച് ഒതുങ്ങി നിൽക്കണേ നല്ലതെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതിന് അച്ഛൻ ജയിലിലേക്ക് പോകാൻ സമ്മതമാണെന്നും പറഞ്ഞല്ലേ ഇത്രയും നാളും നടന്നത്, പിന്നെ എന്താ ഇപ്പോൾ കുഴപ്പം? എന്തായാലും എനിക്ക് പറ്റില്ല അവിടുത്തെ പണിയൊക്കെ എടുത്തുകൊണ്ട് ജീവിക്കാൻ, ഇനിയിപ്പോൾ അച്ഛൻ ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് മോളെ, പ്രതാപൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ കേസ് നടത്താനായിട്ട് നമ്മളുടെ എല്ലാ സമ്പാദ്യവും ചിലവാക്കേണ്ടി വരുമെന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ അനന്തുവിനോടും ലേഖയോടും എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ട് പറയുന്നുണ്ട്, പ്രതാപൻ നല്ല രീതിയിലും മോശമായ രീതിയിലും ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും ഇതോടുകൂടി ഇല്ലാണ്ടായി തീരും, പ്രതാപൻ്റെയും വാമദേവൻ്റെയും സർവ്വ സമ്പാദ്യവും തീരുന്ന വരെ ഞാൻ ഈ കേസ് നടത്തുമെന്ന്. അത് കേട്ടതും ആനന്ദ് പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണോടെ കണ്ണ, എന്തായാലും ഇത്ര ക്രൂരത ചെയ്ത നിൻ്റെ അമ്മാവനെ ഒരിക്കലും ഇനി പുറം ലോകം കാണാൻ അനുവദിക്കരുത്, രണ്ടെണ്ണവും ജയിലിൽ കിടന്ന് തന്നെ തീരണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിൽ വന്നതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ പേരിലുള്ള കേസ് എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ പറയാമെന്ന് നിന്നോട് പറഞ്ഞില്ലേ, നീ എന്തായാലും സമാധാനപ്പെടുക, എന്നാലും എനിക്കെതിരെയുള്ള കുറ്റം എന്താണെന്ന് അറിയാനാ സാറേ എന്ന് പറയുമ്പം വർഷങ്ങൾക്ക് മുമ്പ് നീ ഒരുത്തനെ ലോറി കയറ്റി കൊന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതെന്ന്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പം നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രതികളെയൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപനെ ലോക്കപ്പിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ആരെയാ സാറ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പം വേറെ ആരെയല്ല, നിൻ്റെ കൂട്ടുപ്രതി ഇതേ നോക്കതേ കിടക്കണു ആ വാമദേവൻ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപനെ ലോക്കപ്പിലേക്ക് കൈ ചൂണ്ടി കാണിക്കുമ്പം പ്രതാപൻ നോക്കുന്ന സമയത്ത് വാമദേവനാണെങ്കിൽ ലോക്കപ്പിൻ്റെ മൂലയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രതാപന് മനസ്സിലാവുന്നുണ്ട് പ്രതാപൻ്റെയും വാമദേവൻ്റെയും ജീവിതം ഇതോടുകൂടി തീർന്നെന്ന്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ആകെ സങ്കടത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കരുണയ്ക്കൊക്കെ അഹങ്കാരത്തിനുള്ള നല്ല തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയും ദുർഗയും എന്തായാലും മഹാലക്ഷ്മിക്കും കണ്ണനും അനുകൂലമായിട്ട് നിൽക്കും. പിന്നീട് കരുണയുടെ ജീവിതം എന്തായി തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.